ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ ആനക്കോട്ടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഡയറക്റ്റ് ഫാം വില്ലയിലേക്കാണ് പോകുന്നത്. ഫാം വില്ലയിലേക്ക് പോകുന്ന റൂട്ടാണ്. പാടവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. പിന്നെ അത്യാവശ്യത്തിന് നല്ല സീനറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഫാം വില്ലയിൽ എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഫാം വില്ലയിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അതിമനോഹരമായ എൻട്രൻസാണ്. രണ്ട് സൈഡിലും ചെടികളെല്ലാം വെച്ച് ഭയങ്കര നല്ല എൻട്രൻസാണ്. പിന്നെ പാർക്കിങ്ങും ഇവിടെ തന്നെ ഉണ്ട്. രണ്ട് സൈഡും പാർക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു ഓപ്പണായ പാർക്കിംഗ് സ്പേസും ഉണ്ട്. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. 130 രൂപയാണ് ഒരു അഡൾട്ടിന് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെന്താ, എക്സോട്ടിക് അനിമൽസാണ് കൂടുതലുള്ളത്. നമുക്ക് അവർക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ക്യാമലാണ് നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ നമുക്ക് പ്ലാവിൻ്റെ എല്ലാം തരും ക്യാമലിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ക്യാമൽ നമ്മുടെ അടുത്തേക്ക് വരും പ്ലാവെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പോൾ ഈ കാണാണ് യമു. ഇതിന് നമുക്ക് ഫീഡ് ചെയ്യാം. ഇതിനൊരു വെജിറ്റബിൾസിൻ്റെ ചെറിയ ചെറിയ പീസസ് ആണ് തരുന്നത്. കൂടുതലും ക്യാരറ്റാണ് അതിനകത്തുള്ളത്. ഇവരൊക്കെ ടേംഡാണ്. നമ്മളെ കൊത്തു അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ഫുഡ് മാത്രമേ അവർ എടുക്കത്തുള്ളൂ. ലേഡീസിനൊക്കെ പേടിയാണ്, കൊത്തുമ്പോൾ കൈ മുറിയോ എന്നുള്ളൊക്കെ പേടിയുണ്ട്. അതുകൊണ്ട് വൈഫൊന്നും കൊടുത്തില്ല. ഈ കാണുന്നതാണ് ഇന്ത്യയിലെ 1-2 ഗോട്ടയേ ഉള്ളൂ ആകെ. ഇത് 4 കൊമ്പാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കുറച്ച് എന്താ പറയുക, ഞങ്ങൾ ചെന്ന സമയത്ത് ഉറങ്ങുമായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിൽ താഴത്തേക്ക് ഇറങ്ങാഞ്ഞ്. ഇത് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡക്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ മോന് ഡക്കുകളിനെ ഇഷ്ടം. കാരണം അത് ഓടി വരില്ല, കൊത്തൂല്ല. ഇത് വേറെ ടൈപ്പ് ഗോട്ടാണ്. ഇത് സിൽക്കി ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ, സിൽക്ക് മറ്റേ സ്ട്രെയിറ്റ് ചെയ്തിട്ട മുടി പോലെയാണ്. ഇതൊക്കെ ഫ്രണ്ട്ലിയാണ്. ഇതൊന്നും നമ്മളെ ഹാംഫുൾ നമ്മളൊന്നും ഇടിക്കുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാം ടേംഡാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ 95% ആനിമൽസും ടേംഡാണ്. ഇവർ കഴിക്കുന്നത് പോപ്കോണാണ്. ഇവർ പോപ്കോൺ കണ്ടാൽ ഇവർ ആ കൂട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വരും. ഒരെണ്ണം കൂടി ഉണ്ട് അതിനകത്ത്. അത് അത്ര ഫ്രണ്ട്ലി അല്ല. ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇതിനെ ഒരു കെട്ടിയിട്ടൊന്നുമില്ല, തുറന്നു വിട്ടിരിക്കുക. ഇതിങ്ങനെ നടക്കും, നമ്മുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കും. നമുക്ക് എല്ലാവർക്കും തൊടാം, ഫുഡ് ഫീഡ് ചെയ്യാം. ആർക്കും പിള്ളേർക്ക് അടുത്ത് വന്നാലും അത് കുത്തുകയോ അങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കോഴികളുണ്ട്. അത് അതിൻ്റെ ഒറിജിനൽ കളറല്ല, എല്ലാം കളർ ചെയ്തത്, എല്ലാം വെള്ളയാണ്. എല്ലാം അവർ കളർ ചെയ്തിട്ട് വെറൈറ്റി കളറിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എൻ്റെ മോൻ പറഞ്ഞു അവന് കയ്യിൽ വെക്കണമെന്ന്. പിന്നെ പേടിയായി മാറി. പിന്നെ ഞാൻ കയ്യിൽ വെച്ചു.
വെക്കുമ്പോൾ കുറച്ച് നേരം പിടയും, അത് കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നോളും. അപ്പോൾ നല്ല വെറൈറ്റി ഓഫ് കോഴികളുണ്ട് ഇവിടെ. ഇത് എല്ലാം കളർ ചെയ്ത് തന്നെയാണ്, ഒന്നും ഒറിജിനൽ കളറല്ല. ചെല്ല് അപ്പോൾ ഇവിടുന്ന് പൂച്ചയുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന പൂച്ച കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് അവർ പറഞ്ഞു ഇതിനെ ഞങ്ങൾ കയ്യിൽ തരത്തില്ല. അവർ ഡേഞ്ചറുള്ളതൊന്നും നമ്മുടെ കയ്യിൽ തരത്തില്ല. അതായത് പൂച്ചയുടെ ആണെങ്കിലും എന്തായാലും വേണ്ടില്ല, അവർ നമ്മളെ ഹാംഫുള്ളായിട്ടുള്ള ഐറ്റംസൊന്നും നമ്മുടെ കയ്യിൽ തരത്തില്ല. അപ്പോൾ ഈ പൂച്ച എന്താ പറയുക, ടേംഡാണ്. എല്ലാ പൂച്ചകളും ടേംഡാണ്, പക്ഷെ അത് കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് തന്നില്ല. ഇത് പിന്നെ എന്താ പറയുക, ആരും ഉപദ്രവിക്കാത്തതായിരുന്നു നമ്മുടെ കയ്യിൽ തന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റാഫായാലും അവിടുത്തെ പൂച്ചകളായാലും എന്ത് മൃഗങ്ങളാണെങ്കിലും 2 പേരുടെ കംഫർട്ടബിൾ നോക്കിയിട്ടാണ് നമുക്ക് തരത്തുള്ളൂ. കാരണം ആ 2 പേരും ഓക്കെ ആവണം, തരുന്ന ആ കെയർ ടേക്കറും ഓക്കെ ആവണം, ആ എനിമലും ഓക്കെ ആവണം, എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ. നമുക്കതിന് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാടായിരിക്കും. പിന്നെ വെറൈറ്റി ടൈപ്പ് ഓഫ് എല്ലാ ടൈപ്പ് ഓഫ് ഇത് കണ്ടില്ലേ, ഈ പൂച്ചേനെ കണ്ടോ, ഇതിനകത്ത് മുടിയില്ല, ഷേവ് ചെയ്തല്ല, ഇത് ഇങ്ങനെയാണ്, ഒരു സോംബി പോലെ ഉണ്ട് കാണുമ്പോൾ. പക്ഷെ ആൾ ഭയങ്കര കാമാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കും, തൊടാൻ ഭയങ്കര സോഫ്റ്റാണ്. പക്ഷേ കാണുമ്പോൾ ഒരു അഗ്ലി ഫീലിംഗ് എല്ലാം വരും. പക്ഷേ എനിക്കും ആദ്യം വന്നപ്പോൾ അങ്ങനെയായിരുന്നു, പക്ഷെ തൊടാൻ ഭയങ്കര സോഫ്റ്റ്, പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്, ഒരു എന്താ പറയുക, നമ്മുടെ കയ്യിൽ ഒരു ഇറച്ചി കഷ്ണം പോലെയുള്ളൂ, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത്. അതൊരു വെറൈറ്റി പൂച്ചയാണ്. അതൊന്നും ആരുടെയും ഒന്നും അറ്റാക്ക് ചെയ്യുക മാന്തൊന്നുമില്ല, നമ്മുടെ കയ്യിൽ തന്നെ അങ്ങനെ ഇരുന്നോളും. പിന്നെ ഈ ടൈപ്പ് ഇത് ഭയങ്കര പഫി ടൈപ്പ് പൂച്ചയാണ്. എല്ലാം ഈ എന്താ പറയുക, പേർഷ്യൻ ടൈപ്പാണ്, അതിന് പല പല പേരുകളും ഉണ്ട്. ഇത് കുറച്ച് ഡോൾ ഫേസാണ്, പക്ഷെ ഇത് കണ്ട ഭയങ്കര ഭീകരനാണ്. പക്ഷേ ഭയങ്കര വെയിറ്റും ഉണ്ട് ഈ പൂച്ച, പക്ഷെ അത് കുറച്ച് നേരം കയ്യിൽ ഇരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബായ്.